എല്ലാവർക്കും ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സബ്സേ ബഡാ ഷോമാൻ എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. സബ്സേ ബഡാ ഷോമാൻ ആരെഴുതിയ പാഠമാണ്? മറന്നുപോയോ? ഗീത് ചതുർവേദി എഴുതിയിട്ടുള്ളതാണ് അല്ലേ? ആരെക്കുറിച്ചുള്ള ജീവനിയാണ് ഈ പാഠഭാഗം? ചാർലി ചാപ്ലിനെ കുറിച്ച് അല്ലേ? ചാർലി ചാപ്ലിൻ്റെ ആദ്യത്തെ ഷോ നടക്കുന്നത് ആർക്ക് പകരക്കാരനായിട്ടാണ്? അപ്പനി മാക്കെ, തൻ്റെ അമ്മയ്ക്ക് പകരക്കാരനായിട്ടാണ് അല്ലേ? എത്രാമത്തെ വയസ്സിൽ? 5ാമത്തെ വയസ്സിൽ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് മാനേജർ പൈസ ബട്ടോറിനേക്കെതിരായ പണം ശേഖരിക്കാൻ വന്നതിനെ കുറിച്ചാണ് അല്ലേ? അതിനുശേഷം എന്താണ് സംഭവിച്ചത് നോക്കാം. നോക്കൂ, चार्ली को लगा कि मैनेजर खुद पैसा रख लेना चाहता है. ചാർലിക്കോ ലഖ, ചാർലിക്ക് തോന്നി. എന്താണ് ചാർലിക്ക് തോന്നിയത്? कि मैनेजर खुद, മാനേജർ സ്വയം പൈസ റഖ് ലേന ചാത്ത ഹെ, പണം എടുത്തു വെക്കാൻ ആഗ്രഹിക്കുകയാണോ? ചാർലിക്കോ ലഖ, ചാർലിക്ക് തോന്നി. कि എന്തെന്നാൽ മാനേജർ ഹുദ്, ഹുദ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്വയം പൈസ റഖ് ലേന ചാത്ത ഹെ, പണം എടുത്തു വെക്കാൻ ആഗ്രഹിക്കുകയാണോ? ഉസ്നെ യെ ബാത്ത്, അവൻ ഈ കാര്യം ഷിക്കായത്തി ലഹസ്, ഒരു പരാതി രൂപേണെ ദർശകോൻസെ കഹദി, കാണികളോട് പറഞ്ഞു. ഉസ്നെ യെ ബാത്ത്, അവൻ ഈ കാര്യം ഷിക്കായത്തി ലഹസ്, എന്താ ഷിക്കായത്തി ലഹസ് എന്ന് പറഞ്ഞാൽ പരാതിയുടെ രൂപത്തിൽ, ഷിക്കായത്തി ലഹസെ, പരാതിയുടെ രൂപത്തിൽ ദർശകോൻസെ കഹദി, കാണികളോട് പറഞ്ഞു. ദർശകോൻസെ കഹദി, കാണികളോട് പറഞ്ഞു. എന്തായിരിക്കും കാണികളോട് പറഞ്ഞിട്ടുണ്ടാവുക? देखो മാനേജർ മേരാ പൈസ ഖുദ് റഖ് ലേന ചാത്ത ഹേ, മാനേജർ എൻ്റെ പണം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? സ്വയം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓ മുझे ദേനാ നഹി ചാത്ത, അദ്ദേഹം എനിക്കിനി നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദർശകന്മാരോട്, കാണികളോട് പരാതി രൂപത്തിൽ പറഞ്ഞു. നോക്കൂ എന്താണ് പിന്നീട് സംഭവിച്ചത്. ഹസി തബ് ഓർ ബെഡ് ഗൈ, ചിരി ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. ഹസി തബ് ഓർ ബെഡ് ഗൈ, ചിരി ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. ജനങ്ങൾ ഈ പരാതി പോലും തങ്ങൾക്ക് ചിരിക്കാനുള്ള കാര്യമാക്കി മാറ്റുകയാണ് കൂട്ടുകാരെ. നോക്കൂ പിന്നീട് എന്ത് സംഭവിച്ചു. ജബ് റുമാൽ കി പോട്ടലി, ജബ് എപ്പോഴാണോ, റുമാൽ, റുമാൽ എന്താണ്? റുമാൽ കർച്ചീഫ്, ടവൽ, അതിൻ്റെ പോട്ടലി, അതിൻ്റെ പൊതി, പണം കെട്ടിവെച്ച പൊതി, മേ പൈസ ബാന്ധെ, പണം കെട്ടി, ബാക്ക് സ്റ്റേജ് കി ഓർ ജാത്ത, ബാക്ക് സ്റ്റേജിലേക്ക്, സ്റ്റേജിൻ്റെ പുറകിലേക്ക് പോകുന്ന മാനേജർ കെ പീछे, മാനേജറുടെ പുറകിലായിട്ട് ചാർലിക്ക് വ്യാകുലത ലഗൈ, ചാർലിയുടെ ആശങ്കയും നിറഞ്ഞിരുന്നു. മാനേജർ പണം തൻ്റെ റുമാലിൽ കെട്ടിവെച്ചു, അതൊരു പൊതിയാക്കി ബാക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോൾ ചാർലിക്ക് വ്യാകുലത, ചാർലിയുടെ വ്യാകുലത, ആശങ്ക എന്തായിരുന്നു? ക്യാ വോ പൈസ മുझे नहीं मिलेंगे, ആ പണം എനിക്ക് കിട്ടുകയില്ലേ എന്നാണ് ചാർലിയുടെ വ്യാകുലത അല്ലെങ്കിൽ ആശങ്ക. ജബ് തക്, എപ്പോൾ വരെ, മാനേജറിനെ വഹ് പോട്ടലി, മാനേജർ ആ പൊതി, മാക്കി ഹവാലെ നെഹിക്കി, അമ്മയുടെ ഹവാലെ നെഹിക്കി, അമ്മയുടെ കൈവശം കൊടുക്കാത്ത സമയം വരെ. ജബ് മാക്കി ഹവാലെ കി, അമ്മയുടെ കൈവശം കൊണ്ടേ ആ പൊതി കൊടുത്തപ്പോഴോ ചാർലിക്ക് വ്യാകുലത ബി ഖത്തം ഹോ ഗയി, ചാർലിയുടെ ആശങ്കയും എന്ത് ചെയ്തു? അവസാനിച്ചു. തബ് തക്, അതുവരെ വോ നഹി ലൗട്ട, അവൻ സ്റ്റേജിലേക്ക് മടങ്ങി വന്നില്ല. അവൻ എവിടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്? ആ പൊതിയുമായിട്ട് മാനേജർ പോകുന്നത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജബ് മാക്കെ ഹവാലെ, അമ്മയുടെ കൈവശം, ഓ പൈസ ദിയ, ആ പണം നൽകിയപ്പോഴോ ചാർലി സ്റ്റേജ് പർ ലൗട്ടായ, സ്റ്റേജിലേക്ക് ലൗട്ടായ, മടങ്ങിയെത്തി. എന്താണ് സംഭവിച്ചത്? ചാർലി ജനതാമെ ഗുദ്ഗുദി ഫൈലാതി, ചാർലി ജനങ്ങൾക്കിടയിൽ ഒരു ഗുദ്ഗുദി, എന്താണ് ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ? ഗുദ്ഗുദി പുതിയ ഒരു ഉത്സാഹം, ഗുദ്ഗുദി ഒരു ആവേശം, ഗുദ്ഗുദി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവേശം, ഉത്സാഹം. ഫൈലാതി പടർത്തുക. ചാർലി ജനങ്ങൾക്കിടയിൽ ഒരു പുതിയൊരു ആവേശം തന്നെ എന്ത് ചെയ്തു? തൻ്റെ ചെറിയ ഷോയിലൂടെ പടർത്തി, ഫൈലാതി പരത്തി. ഉസ്കെ ബാദ്, അതിനുശേഷമോ, ഉസ്നെ ദർശകോൻസെ ബാത്ചീത് കി, അവൻ കാണികളോട് ബാത്ചീത് കി, സംസാരിച്ചു, ബാത്ചീത് കി, സംസാരിച്ചു. നൃത്യക്കിയ, നൃത്തം ചെയ്തു, നൃത്തക്കിയ, നൃത്തം ചെയ്തു.
और अपनी माँ सहित തൻ്റെ അമ്മയടക്കം കൈ ഗായകോ കാ നക്കൽ ഉത്താർ ദി, ഒരുപാട് ഗായകന്മാരെ നക്കൽ ഉത്താർ ദി, എന്താ നക്കൽ ഉത്താർന, അനുകരിക്കുകയും ചെയ്തു. നക്കൽ ഉത്താർന അനുകരിക്കുക. ആരെ അനുകരിച്ചു? കൈ ഗായകോ കി നക്കൽ ഉത്താരി, ഒരുപാട് ഗായകന്മാരെ നക്കൽ ഉത്താർ ദി, അനുകരിച്ചു കൊടുത്തു. ആര്? ചാർലി. എന്തൊക്കെയാണ് ചാർലി ചെയ്തത്? ബാത്ചീത് കി, സംസാരിച്ചു. നൃത്യ കിയ, നൃത്തം ചെയ്തു. അപ്നി മാ സഹിത്, തൻ്റെ അമ്മയടക്കം കൈ ഗായകോ കി, ഒരുപാട് ഗായകന്മാരെ നക്കൽ ഉത്താറി, നക്കൽ ഉത്താർന അനുകരൺ കർണ, അനുകരിച്ചു. മാസൂമിയത്തമേ, നിഷ്കളങ്കതയാൽ. മാസൂമിയത്ത് എന്തർത്ഥം? നിഷ്കളങ്കത. മാസൂമിയത്തമേ, നിഷ്കളങ്കതയാൽ അവൻ എന്ത് ചെയ്തു? ഉസ്നെ തോടി ദേർ പെഹലെ, അല്പസമയങ്ങൾക്ക് മുൻപുള്ള, തോടി ധേർ, അല്പസമയങ്ങൾക്ക് മുൻപുള്ള, മാക്കി ഫട്ടി ആവാസ്, അമ്മയുടെ ആ ശബ്ദമുണ്ടല്ലോ, എങ്ങനെയുള്ള ശബ്ദം? ഫുസ്ഫുസാനേക്ക്, പിറുപിറുത്ത ശബ്ദം. ഉസേബി നക്കൽ ഉതാർദി, അതിനെയും അനുകരിച്ചു. മാക്കി ഫട്ടി ആവാസ്, അമ്മയുടെ ഇടറിയ ശബ്ദവും പിന്നീടുണ്ടായ ഫുസ്ഫുസാന, പിറുപിറുക്കലും ചാർലി എന്ത് ചെയ്തു? നക്കൽ ഉത്താർദി, അനുകരിച്ചു. അതിലൂടെ എന്താണ്? ചാർലിയുടെ നിഷ്കളങ്കതയാണ്, മാസൂമിയത്താണ് അവിടെ പ്രകടമാകുന്നത്. ലോകോമേ ടഹാക്കോങ്കി ഹിസ്സേദാർ ഹുയി, ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾ ടഹാക്കോങ്കി ഹിസ്സേദാർ ഹുയി. എന്താ ടഹാക്ക കർണ? പൊട്ടിച്ചിരിക്കുക. ടഹാക്ക പറഞ്ഞ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ തമാശയിൽ ഹിസ്സേദാരി കർണ, എന്താ ഹിസ്സേദാരി കർണ? പങ്കാളികളാകുക. ഹിസ്സേദാരി ഹുയി, പങ്കാളികളായി. എന്നിട്ടോ സ്റ്റേജ് പർ ജംകർ പൈസ ബർസേ, സ്റ്റേജിലേക്ക് നിറയെ പൈസ ബർസേ, പണം വർഷിച്ചു. പൈസ ബർസന, പണം വർഷിക്കുക. എവിടേക്ക് പണം വർഷിച്ചു? സ്റ്റേജിലേക്ക്. ജംകർ, നിറയെ പണം വർഷിച്ചു. ആരാണ് വർഷിച്ചത്? ലോകോനെ, ജനങ്ങൾ പണം വർഷിച്ചു. അന്തമേ, അവസാനം, മാ ഉസേ ലേനയായി, അമ്മ അവനെ കൊണ്ടുപോകാൻ വന്നു. ഇവിടേക്ക്? സ്റ്റേജിലേക്ക്. അവനെ ലേനെ കേലിയെ, ആരാ വന്നത്? അമ്മ വന്നു കഴിഞ്ഞപ്പോൾ ദർശകോനെ ദേർ തക്, കാണികൾ ദേർ, ഒരുപാട് നേരം, ദേർ തക്, ഒരുപാട് നേരം, ഘടേ ഹോക്കർ, എഴുന്നേറ്റ് നിന്ന്, താലിയ ബജായി, എന്താ താലിയ ബജാന? കൈയടിക്കുക. താലിയ ബജായി, കൈയടിച്ചു. ആര് കൈയടിച്ചു? ദർശകോനെ ദേർ തക് ഘടേ ഹോക്കർ, ഒരുപാട് നേരം നിന്നുകൊണ്ട് താലിയ ബജായി, കൈയടിച്ചു. കൈ ലോകോനെ മാസെ ഹാത്ത് മിലാക്കർ, ഒരുപാട് ആളുകൾ മാസെ ഹാത്ത് മിലാക്കർ, അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട്, ഹാത്ത് മിലാന കൈ കൊടുക്കുക, മാസെ ഹാത്ത് മിലാന അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട്, ഉസ് ചോട്ടെ ബച്ചേ കി താരീഫ് കി, ആ ചെറിയ കുട്ടിയെ അഭിനന്ദിക്കാനും മറന്നില്ല. ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു? മാസെ ഹാത്ത് മിലാക്കർ, അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട്, ഉസ് ചോട്ടെ ബച്ചേ കി, ആ ചെറിയ കുട്ടിയെ അഭിനന്ദൻ കിയ, താരീഫ് കിയ, അഭിനന്ദിച്ചു. ചാർലി സ്റ്റേജ് പർ പെഹ്ലി ബാർ ആയ, അങ്ങനെ ചാർലി സ്റ്റേജിലേക്ക് എന്ത് ചെയ്തു? പെഹ്ലി ബാർ, ആദ്യമായിട്ട്, പെഹ്ലി ബാർ ആദ്യമായി വന്നു. ഓർ മാ, അമ്മയോ ആഖിരി ബാർ, അവസാനമായിട്ടും. എന്താ ആഖിരി ബാർ എന്ന് പറഞ്ഞാൽ? അവസാനമായിട്ട് ആര് വന്നു? അമ്മ വന്നു, അല്ലേ? ചാർലി പെഹ്ലി ബാർ ഓർ മാ ആഖിരി ബാർ, അവസാനമായിട്ട്. ദുനിയാക്കെ സബ്സെ ബഡേ ഷോമാൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോമാൻ്റെ യെ പെഹ്ല ഷോദ, ഇത് ആദ്യത്തെ ഷോ ആയിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഷോമാൻ്റെ പെഹ്ലി ഷോ, ആദ്യത്തെ ഷോ ഇങ്ങനെയായിരുന്നു. ലേഖകൻ പറയുന്നു, ഉസ്നെ ജന്മ ലിയാദ, അവൻ ജനിക്കുകയായിരുന്നു. ലോകത്തെ തന്നെ കീഴടക്കിയ ഒരു മഹാനായ കലാകാരൻ്റെ ജനനം ഓൾഡർ ഷോട്ട് തിയേറ്ററിലെ ഈ ചെറിയ ഷോയിലൂടെയാണ് നടന്നത് എന്നാര് പറയുകയാണ്? ലേഖകൻ പറയുകയാണ്. അടുത്ത ദിവസത്തെ പത്രത്തിൽ ഈ ഒരു സംഭവത്തെ വാർത്തയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും? അഗ്ലേ ദിൻ കെ സമാചാർ മേ യ ഖബർ ഛപ്കറായ, അടുത്ത ദിവസത്തെ പത്രത്തിൽ ഈ വാർത്ത വന്നിരിക്കുകയാണ്. നോക്കൂ ആ വാർത്തയുടെ ഹെഡിങ് എന്താണെന്ന്. മാ കി ആവാസ് ഫട്ടി ബേട്ട ബൻ ഗയ ഷോമാൻ, അമ്മയുടെ ശബ്ദമിടറി മകൻ ഷോമാനായിത്തീരുന്നു. ലണ്ടൻ, ലണ്ടൻ കെ പ്രസിദ്ധ തിയേറ്റർ മേ പെഹ്ലി ബാർ കദം രഖ, ആദ്യമായി ചുവട് വെച്ച 5 साल का 5 വയസ്സുള്ള ബച്ച ചാർലിനെ സ്റ്റേജ് पर ചമത്കാർ കിയ, ചാർലി സ്റ്റേജിൽ എന്ത് ചെയ്തു? ചമത്കാർ കിയ, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഗാത്തെ വഖ്ത് अपनी माँ की आवाज़ फटते देखकर
പാടുന്ന സമയത്ത് തൻ്റെ അമ്മയുടെ ശബ്ദം ഫട്ടത്തെ ദേക്കർ ഇടറിയത് കണ്ട് ചാർലി മാനേജർ കെ സാത്ത് സ്റ്റേജ് पर लाया गया. ചാർലിയെ മാനേജറോടൊപ്പം എന്ത് ചെയ്തു? സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ചാർലി നിഷ്കളങ്കതയാൽ ഘാ രഹേദേ പാടുകയായിരുന്നു. कि लोगों ने प्रसन्न होकर ജനങ്ങൾ സന്തോഷത്തോടു കൂടി സ്റ്റേജ് पर पैसा फेंकने लगा, പണം വർഷിക്കാൻ തുടങ്ങി. ബച്ച ഗാന ബന്ദ് കർക്കെ പൈസ ബട്ടോർനെ ലഗ. ആ കുട്ടി ഗാന ബന്ദ് കർക്കെ പൈസ ബട്ടോർനെ ലഗ, പണം ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ യഹ് വ്യവഹാർ ഹോൾ കോ ഹസി ഘർ മേ തബ്ദീൽ കർ ദിയ. ഈ സംഭവം പോലും ഹാളിനെ ചിരിയുടെ കൂട്ടമാക്കി തീർത്തു. इसके बाद उसने दर्शकों से बातचीत की. ഇതിനുശേഷം അവൻ കാണികളോട് ബാത്ചീത് की സംസാരിച്ചു. നൃത്തം ചെയ്തു. മാ സഹിത് കൈ ഗായകോं का नकल उतार दी. അമ്മയടക്കം ഒരുപാട് ഗായകന്മാരെ അനുകരിച്ച് കാണിക്കുകയും ചെയ്തു. ദർശകോനെ ഖുഷിയോं से तालियां बजाकर, ജനങ്ങൾ സന്തോഷത്തോടു കൂടി കൈയടിച്ചുകൊണ്ട് ചാർലി അഭിനന്ദിച്ചു. लोगों ने उसमें एक महान कलाकार देख लिया था. ജനങ്ങളിൽ അവനിൽ ഒരു മഹാനായ ഒരു കലാകാരനെയാണ് കണ്ടിരുന്നത്. ഇത്തരത്തിൽ പത്രങ്ങളിൽ വന്ന വാർത്തകൾ എങ്ങനെയായിരിക്കുമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം പുതിയൊരു പാഠവുമായി കാണുന്നത് വരെ ഓൾ ഓഫ് ഗുഡ് ബൈ. നന്നായി പാഠഭാഗങ്ങൾ വായിക്കൂ. സി യു. അടുത്ത ക്ലാസ്സിൽ കാണാം.